Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടെക്നോ എന്ന ബ്രാൻഡിന്റെ ഒരു ഫോണാണ്. ഒരുപാട് പേര് ചോദിച്ചതാണ് ഈ ബ്രാൻഡിന്റെ ഫോൺ എങ്ങനെയുണ്ട്, യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഈ ബ്രാൻഡ് നല്ലതാണോ, സർവീസ് ഉണ്ടോ, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ടെക്നോയുടെ സ്പാർക്ക് 7 പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെ റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയുണ്ട്, ഈ ഫോൺ മൊത്തത്തിൽ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, ഇതിന്റെ ബിൽറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ക്യാമറ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു ടെക്നോ ഫോണിനെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ടെക്നോ സ്പാർക്ക് 7 പ്രോ എന്ന ഫോണിന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. സ്പാർക്ക് 7 പ്രോ എന്ന് പറയുന്ന ഒരു ഫോൺ, അതിൻ്റെ ഒപ്പം ഒരു ചാർജർ ഉണ്ട്, 10 വാട്ട് ചാർജറാണ്, മൈക്രോ USB കേബിൾ ഉണ്ട്, കുറച്ച് ഡോക്യുമെന്റേഷൻ, അതേപോലെ ഒരു കേസ് വരുന്നുണ്ട്, പിന്നെ ഒരു സിം ജെറ്റ് ടൂളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിൽ. സ്ക്രീൻ ഗാർഡ് ഫോണിൽ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ബോക്സിലുണ്ട്. ബോക്സിലെ കണ്ടന്റ് എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം, ഫോണിലേക്ക് വരാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാർക്ക് 7 പ്രോ എന്ന് പറയുന്ന ഫോൺ. 10,990 ഈ ഫോണിന്റെ പ്രൈസ്. അപ്പോൾ ആ ഒരു പ്രൈസിലെ ഫോണിന്റെ ഡിസൈൻ ആണ് നിങ്ങളവിടെ കാണുന്നത്. എങ്ങനെയുണ്ട് ഡിസൈൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനനുസരിച്ച് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയ ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു നല്ല ഡിസൈനാണ്. കയ്യിൽ പിടിക്കാനും വലിയ കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയ നല്ലൊരു ഫോൺ, ഒപ്പം തന്നെ നല്ല സ്ട്രോങ് ആയ ബിൽറ്റ് ഒക്കെയാണ്. ചീപ്പ് പ്ലാസ്റ്റിക് ഒന്നുമല്ല, നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഫോൺ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ഓവർവ്യൂ ഒന്ന് നോക്കാം. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറയാണ്. മെയിൻ ക്യാമറ 48 മെഗാ പിക്സലാണ്. 2 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസും ഒരു AI ലെൻസും ഒക്കെ ഉണ്ട്. എന്തായാലും മെയിൻ ക്യാമറ 48 മെഗാ പിക്സലാണ് എന്ന് മനസ്സിലാക്കാം. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. താഴെയായിട്ട് ടെക്നോ എന്ന ബ്രാൻഡിങ്ങും കാണാം. ഫ്രണ്ടിൽ 6.6 ഇഞ്ച് വരുന്ന HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റൊക്കെയുള്ള LCD ഡിസ്പ്ലേ ആണ്. ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്തിരിക്കുന്ന പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് കാണാം. അതിനകത്താണ് 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മൈക്രോ USB പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. മുകളിൽ പ്രത്യേകിച്ച് വേറൊന്നും വരുന്നില്ല. സോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ബിൽറ്റ് ക്വാളിറ്റി ഒന്നും ഒരു കംപ്ലൈന്റും ഇല്ല, നല്ല സ്ട്രോങ് ആയ ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഓവറോൾ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. 10,990 ഡിസൈൻ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിൽ പിടിച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴും ഈ രീതിയിലുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. സോ നല്ല സൺലൈറ്റ് വിസിബിലിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. ഓവറോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഒരു നെക്സ്റ്റ് ലെവലാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള സ്മൂത്ത് ആയി ഡിസ്പ്ലേ ആണ് ഈ ഫോണിലുള്ളത്. ഇതിന്റെ കളറും കാര്യങ്ങളുടെ ഒക്കെ ഒരു ക്വാളിറ്റി നോക്കിയാൽ ഓവറോൾ ഡീസന്റ് ആയ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, പല വിഷ്വൽ വന്ന് പോകുമ്പോൾ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഡീസന്റ് ആയ ഒരു ഡിസ്പ്ലേ ആണ്. പറയത്തക്ക യാതൊരു ന്യൂനതയും നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് കണ്ടില്ല. നല്ല ഡീസന്റ് ആയ ഡിസ്പ്ലേ, ഇൻക്ലൂഡിംഗ് ഔട്ട്ഡോർ വിസിബിലിറ്റി അടക്കം ഓക്കെയാണ്. പിന്നെ ഇതിന്റെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ നോക്കിയാൽ L3 വരുന്നുള്ളൂ, L1 വരുന്നില്ല. 10 രൂപ റേഞ്ചിലൊക്കെ L1 കുറവാണ്. പൊതുവെ L3 തന്നെയാണ് ഉണ്ടാവാറുള്ളത്. സോ ഇവിടെയും L3 തന്നെയാണ് വരുന്നത്. അതേപോലെ ഇതിന്റെ തിക്നെസ്സും കാര്യങ്ങളും നോക്കിയാൽ 8.8mm ആണ്. ഒരു ഓവർ തിക്നെസ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓവറോൾ ഇതിന്റെ ഡിസൈനും ഡിസ്പ്ലേയും ഇങ്ങനെയൊക്കെയാണ്. രണ്ടും ഡീസന്റ് ആയ ഒരു ക്വാളിറ്റിയാണ്. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. MediaTekന്റെ G80 എന്ന പ്രൊസസ്സറാണ് വരുന്നത്. ആ ഒരു പ്രൊസസ്സർ 10,000 രൂപ റേഞ്ചിലാണെങ്കിൽ ഒരു ഡീസന്റ് ആയ പ്രൊസസ്സർ എന്ന് പറയാം. 80-85 ഒക്കെ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൊസസ്സർ തന്നെയാണ്. സോ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഫോണിൽ കാണാം. നോർമൽ യൂസിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. എൻ്റെ മോളുടെ ഗൂഗിൾ മീറ്റ് പോലുള്ള ക്ലാസ് പരിപാടികൾ, സ്കൂളിന്റെ എല്ലാ പരിപാടികളും ഈ ഒരു ഫോണിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ അത്യാവശ്യം കുറെ ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അവൾ കളിക്കുന്നുണ്ട്. സോ നല്ല പെർഫോമൻസ്, ആ ഒരു പ്രൊസസ്സറിൻ്റെതായ പവറും പെർഫോമൻസും ഈ ഫോൺ തരുന്നുണ്ട്. യൂസേജിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. യൂസർ ഇന്റർഫേസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ ഒരു ഗുഡ് സെറ്റപ്പ് ആണ്. ഓവറോൾ യാതൊരു ഇഷ്യൂസും നോർമൽ യൂസിനകത്തില്ല. ഗെയിമിംഗിലേക്ക് വരുമ്പോൾ ഫ്രീ ഫയറിന്റെ ഒരു ഗെയിം പ്ലേ ഒക്കെ നിങ്ങൾക്ക് കാണാം. നല്ല ഡീസന്റ് ആയ ഒരു ഗെയിം പ്ലേ ആണ്. 90 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ഒക്കെ ഡിവൈസിൽ വരുന്നുണ്ട്. ബട്ട് എങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെ നോക്കിയാൽ ഈ രീതിയിൽ കാണുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു ഡിവൈസ് തരുന്നുണ്ട്. സോ പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത, നോർമൽ യൂസിനായാലും ഇതുപോലത്തെ ഗെയിമിങ്ങിനായാലും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഡീസന്റ് ആയ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. iOS 7.5 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 11 ബേസ്ഡ് തന്നെയാണ്. സോ ലേറ്റസ്റ്റ് ആയ സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രിപ്പിൾ സ്ലോട്ട് ഉള്ളത് കൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതൊരു 4GB RAM 64GB വേരിയന്റ് ആണ്. ബട്ട് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് ഒക്കെ മെമ്മറി കാർഡ് വഴി എക്സ്പാൻഡ് ചെയ്യാം. 512GB വരെയാണ് എക്സ്പാൻഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി ക്യാമറയിലേക്ക് വന്നാലോ. ക്യാമറയിൽ ഇവർ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഒന്ന് മെയിൻ ആയിട്ടും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന ആ ഒരു വീഡിയോ ഇഫക്റ്റ്, അതായത് നമ്മുടെ DSLR ഒക്കെ പോലത്തെ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോ എഫക്റ്റ് ഒക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ സാമ്പിൾ. സെൽഫി ക്യാമറയിലുണ്ട്, മെയിൻ ക്യാമറയിലുണ്ട്.
രണ്ടിലും ഇത്തരത്തിലുള്ള വീഡിയോസ് എടുക്കാം. ബട്ട് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്കുക, നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ ഈ ഒരു ക്വാളിറ്റിയുടെ അപ്പുറത്തേക്ക് നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ കാണാത്തൊരു സംഗതി, നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഫുൾ HD വീഡിയോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബട്ട് 2K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഈ ഒരു ഫോണിൽ പോസിബിൾ ആണ്. ഇത് ഇതിന്റെ മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി ആണ്. എങ്ങനെയുണ്ട് മെയിൻ ക്യാമറയുടെ 2K വീഡിയോ ക്വാളിറ്റി? 2K നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി. സെൽഫിയിലും 2K പോസിബിൾ ആണ്. 8 മെഗാ പിക്സൽ ക്യാമറയാണെന്ന് നോക്കണ്ട, ഈ രീതിയിലുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിന്റെ സെൽഫി ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ കിട്ടും. സോ ഈ ഒരു വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ ഒരു 2K വീഡിയോ റെക്കോർഡിംഗ് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് വീണ്ടും. ഇതിന്റെ സെൽഫി ക്യാമറയിൽ നമുക്ക് ലോ ലൈറ്റിലൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് സെൽഫി ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. സെൽഫി ഫ്ലാഷ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്തിരി ലോ ലൈറ്റിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലാഷിന്റെ സപ്പോർട്ട് കൂടി കിട്ടും. സോ കുറച്ചും കൂടി ഒരു സ്ലൈറ്റ്ലി ബെറ്റർ ആയ ഒരു ഇമേജ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമറ നമുക്ക് ഉപകാരപ്പെടും. എന്തായാലും കുറച്ച് ഇമേജ് സാമ്പിളുകൾ കൂടി ഒന്ന് കണ്ടു നോക്കിയോളൂ. അപ്പോൾ ഈ രീതിയിലുള്ള ഇമേജ് ക്വാളിറ്റിയാണ് ഇതിന്റെ മെയിൻ ക്യാമറ തരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ കാര്യമാണ്. ഇവിടെ ഇമേജുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള മെയിൻ ക്യാമറ ഇമേജുകളാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഇമേജ് ക്വാളിറ്റി? നിങ്ങൾക്ക് ഇത് സാറ്റിസ്ഫൈഡ് ആണോ? ഈ ഒരു പ്രൈസിന് ഈ ഒരു ക്യാമറ ക്വാളിറ്റി കാണുമ്പോൾ സെൽഫി ക്യാമറയുടെ ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് കാണാം. ഒരു ഡീസൻ്റ് ആയ സെൽഫി ക്യാമറ ക്വാളിറ്റി അല്ലേ? സോ അപ്പോൾ സെൽഫി ക്യാമറ സാമ്പിളുകളാണ് നമ്മൾ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാലുള്ള മെയിൻ ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഈ രീതിയിലുള്ള ഒരു ക്വാളിറ്റിയാണ് ഇതിന്റെ മെയിൻ ക്യാമറ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ തരാൻ പോകുന്നത്. അപ്പോൾ സെൽഫി ക്യാമറ സാമ്പിളുകളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് തരുന്നത്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് സ്ലോ മോഷനും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഓവറോൾ എല്ലാ തരത്തിലുള്ള ഫംഗ്ഷൻസ് ഉൾപ്പെടുന്നുണ്ട്. ബട്ട് ഇത് നിങ്ങൾക്ക് മൊത്തത്തിൽ ഇതിന്റെ കളറും കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്. ഒരു നോർമലായ 1.5-2 ദിവസം വരെ നോർമൽ യൂസിൽ സുഖമായിട്ട് കിട്ടുന്ന ഒരു ബാറ്ററി ലൈഫ് ഉണ്ട്. ചാർജർ വന്നിട്ട് 10 വാട്ടിന്റെ നോർമൽ ചാർജറാണ്. സോ അപ്പോൾ അത്രയുമാണ് ഇതിന്റെ ഒരു ബാറ്ററി സെറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ. ഒരു ഡീസൻ്റ് ആയ പെർഫോമൻസ്, വേറെ പറയത്തക്ക യാതൊരു ലാഗും ഇല്ല. ഒരു ചെറിയ ന്യൂനത തോന്നിയത് നമ്മൾ ഈ ഫിംഗർ പ്രിന്റ് സെൻസറിലേക്ക് കൈവയ്ക്കുമ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരുന്നു. ഇവിടെ അതില്ല. ബട്ട് എങ്കിലും ഫാസ്റ്റായി റെസ്പോൺസീവ് ആയ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. നിങ്ങൾ ഇവിടെ കാണാം അതിന്റെ ഒരു പെർഫോമൻസ്. ഫേസ് അൺലോക്കും വളരെ ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ആ ഭാഗത്തൊന്നുമില്ല. ഇതിൽ വരുന്നത് iOS 7.5 Android 11 ഒക്കെ തന്നെയാണ്. സോ ലേറ്റസ്റ്റ് ആയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. അതിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഇതിന്റെ സാർ വാല്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 1.149 ആണ് ഹെഡ് സാർ വാല്യൂ വരുന്നത്. ബോഡി സാർ വാല്യൂ 0.764 ആണ്. സോ അപ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു ഓവറോൾ കാര്യം. എല്ലാം കൊണ്ടും എനിക്ക് ഈ പ്രൈസിന് വലിയ കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയ ഒരു ഫോണായിട്ടാണ് തോന്നുന്നത്. ഇതിന്റെ സർവീസിനെ കുറിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട. നമ്മൾ ഇതിന് മുമ്പ് ഇൻഫിനിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ സർവീസ് സെന്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. ഇവരുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വിവരങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഞാൻ തൃശ്ശൂർ പോയി അവരുടെ സർവീസ് സെന്റർ അവിടെ ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുള്ള ഒരാളാണ്. നേരിട്ട് കാൽ കെയറിൽ പോയിട്ട്, കാൽ കെയർ ആണ് ഇവരുടെ സർവീസ് സെന്റർ നെറ്റ്വർക്ക് കൈകാര്യം ചെയ്യുന്നത്. സോ തൃശ്ശൂർ തീർച്ചയായിട്ടും MG റോഡിൽ ഇതിന്റെ സർവീസ് സെന്റർ ഉണ്ടായിരുന്നു ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഏരിയയിൽ എവിടെയാണെന്നുള്ളത്. കേരളത്തിലുടനീളം ഇവർക്ക് സർവീസ് സെന്റർ ഉണ്ട്. സോ സർവീസിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓവറോൾ ടെക്നോ എന്ന ബ്രാൻഡിന്റെ ഒരു ഫോൺ ഉപയോഗിച്ച് വരുമ്പോൾ ഡീസൻ്റ് ആയ ഒരു ഫോണാണ്. ഈ പ്രൈസിന് കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. ബട്ട് നിങ്ങൾ കമ്പയർ ചെയ്തൊക്കെ നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുള്ളത്, ഈ ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ് ഒഫീഷ്യൽ ഗ്ലോബൽ പാർട്ണറാണ് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിന്റെ. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമായിരിക്കും. പിന്നെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ക്രിസ് ഇവാൻസ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമായിരിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഒരു ഡിവൈസിന്റെ സ്ക്രീൻ ഒരു 100 ദിവസത്തിനകം വാങ്ങിച്ച് 100 ദിവസത്തിനകം താഴെ വീണ് പൊട്ടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവരത് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരും. സർവീസ് ചാർജ് വരും, അതൊരു 500 രൂപ പ്ലസ് GST ആണ് വരിക. ബട്ട് അതർവൈസ് നിങ്ങൾക്ക് ആ ഒരു ഗ്ലാസിന്റെ കോസ്റ്റ്, ആ സ്ക്രീൻ റീപ്ലേസ്മെന്റിന്റെ ആ ഒരു ചാർജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. അപ്പോൾ സ്ക്രീൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാറ്റി തരും എന്നുള്ളത് ഒരു വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഫോണിന്റെ. സോ അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ പ്രത്യേകം എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.